അയ്യോ അമ്മ കുഞ്ഞിന് തുറച്ചു തരാലോ. അയ്യോ സങ്കടവും, നമുക്കൊന്നും കഴിക്കാനും തോന്നൂല. വല്ലാണ്ട് അമ്മ കുഞ്ഞിന് തുറച്ചു തരാലോ. അയ്യോ പോയോ? അയ്യോ അയ്യോ. സത്യത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വയ്യാണ്ടായിക്കഴിഞ്ഞാൽ നെഞ്ചിലൊക്കെ ഒരു തീയാണ്. പിന്നെ അങ്ങ് സങ്കടവും, നമുക്കൊന്നും കഴിക്കാനും തോന്നൂല. വല്ലാണ്ടങ്ങ് അയ്യോ. ഇത് പക്ഷെ വല്ലാത്തൊരു ഇതല്ലേ, നമുക്കൊന്ന് ടെൻഷനാണ്. കുഞ്ഞിന് വന്നു കഴിഞ്ഞാലും ഒന്ന് ടെൻഷനാണ്. സത്യത്തിൽ എനിക്കും വയ്യ ഗൈസ്. എൻ്റെ പ്രഗ്നൻസിക്ക് ശേഷം, അതായത് സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ട് ഈ പ്രഗ്നൻസിക്ക് ശേഷം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നടുവേദന, മുട്ടുവേദന, കൈവേദന, കാലുവേദന, ഇല്ലാത്ത വേദനകളൊന്നുമില്ല. 19 വയസ്സുള്ളെങ്കിലും 60 വയസ്സായ ഒരു അസുഖങ്ങളാണ് എനിക്ക്. ഉണ്ണിമുക്ക് മാത്രമല്ല, എനിക്കും വയ്യ. ഞാൻ ഈ പ്രഗ്നൻസി കഴിഞ്ഞ ടൈം തൊട്ടേ ഉണ്ണിനെ കൊണ്ട് 24 മണിക്കൂറും കൈയും കാലും എല്ലാം തടയും കേട്ടോ. അവസാനം ഉണ്ണിനെ സാക്കി കേട്ടിട്ട് എനിക്ക് 6 വയസ്സോട് തന്നെ കേട്ടോ. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഉണ്ണിമുക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഉണ്ണി എനിക്ക് ആ സാധനം ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടു തന്നെ കേട്ടോ. ഈ ഉണ്ണിമുളക്ക് എനിക്ക് വയ്യാണ്ടായതിനു ശേഷം ഭയങ്കര നിർബന്ധവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇവിടെ എടുത്തുകൊണ്ട് നമുക്ക് എൻ്റെ ഉപ്പാട് മന്ദിരം വന്നിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം കിട്ടിയപ്പോൾ ഒത്തിരി ആശ്വാസമായി. ഒരു രക്ഷയില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇതാണ് അഗാരോന്റെ ആറ്റം പ്ലസ് ഇലക്ട്രിക് ആക്റ്റഡ് ബോഡി മസാജ്. ഇതൊരു ശക്തമായ ഇലക്ട്രിക് ഹാൻഡിൽ ബോഡി മസാജറാണ്. ഇത് ഡീപ് ടിഷ്യൂ മസാജ് വഴി ബ്ലഡ് സർക്കുലേഷൻ, മസിൽ റിലാക്സേഷൻ കൂടാതെ ബോഡി ടോണിംഗ് എന്നിവയ്ക്ക് സഹായിക്കുന്നുണ്ട്. ഈ മസാജിനൊപ്പം 4 ഡിറ്റാച്ചബിൾ മസാജും കിട്ടുന്നുണ്ട്. തായ്ചി ഹെഡ്, പിൻഭാഗം, സ്പൈൻ, എപ്പിക്യൂസ് പോയിന്റുകൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാം. പിന്നെ ബോൾഡ് ഹെഡ്, പിന്നെ കൈകളും കാലിലെ കാൽഫ് മസിൽസും. ഇതൊന്നും കൂടാതെ പിന്നെ ബേബി ഹെഡ്, അത് സൂപ്പറാണ്. മുട്ടുകളും കാൽമുട്ടുകളൊക്കെ ഇത് ചില മസാജിനൊന്നും അങ്ങനെ കാണത്തില്ല, പക്ഷെ ഇത് സെറ്റാണ്. പിന്നെ ഉള്ളത് ഫ്ലാറ്റ് ഹെഡ്, ഇത് വലിയ മസിൽസിനൊക്കെ ഓക്കെയാണ്. കൂടാതെ പ്രൊട്ടക്റ്റീവ് മെഷ് കവറും ഉണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ ബോഡി ടാങ്കിലൊക്കെ ഒഴിവാക്കാനും സഹായിക്കും. ഈ മസാജിൽ വേരിയബിൾ സ്പീഡ് കൺട്രോളും ഉണ്ട്. അതുകൊണ്ട് ലോ മുതൽ ഹൈ വരെയുള്ള സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. 1500 മുതൽ 3000 വരെയാണ് RPM ഉള്ളത്. പിന്നെ എഗ്നോമിക് ഹാൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെ പിടിക്കാനും ഉപയോഗിക്കാനും എളുപ്പമാണ്. പിന്നെ കോൺപാക്ട് ആൻഡ് കോട്ടബിൾ ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാനും പറ്റും. അതുകൂടാതെ ലോക്ക് പാർ ഗോൾഡ് 1 ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനും കൂടുതൽ എളുപ്പമാണ്. പിന്നെ 28 വാട്ട് പവറും ഉണ്ട്. പിന്നെ നമ്മൾ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മസിൽ ടോണിംഗ്, ഫാറ്റ് ബേർണിംഗ് സപ്പോർട്ട്, ബോഡി ഷേപ്പിംഗ്, കംപ്ലീറ്റ് റിലാക്സേഷൻ ഇതിനൊക്കെ സഹായകരമാണ്. നിങ്ങൾക്ക് ബോഡിയിലെ ക്ഷീണം മാറ്റാനും പുതിയൊരു എനർജി തരാനും നിങ്ങൾക്ക് ഈ അഗാരോ ആറ്റം ഇലക്ട്രിക് ഹാൻഡ് മസാജർ സഹായിക്കും. എനിക്കിത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ഞാൻ പ്രോഡക്റ്റിന്റെ ലിങ്കും മറ്റു ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. എന്തു പറ്റി? പനി പേടിച്ചോ? ഉണ്ണിമുക്ക് സൂചി കിട്ടാൻ പോവാടോ? ആണോ പെട്ട? എൻ്റെ ഉണ്ണിമുക്ക് സൂചി കിട്ടാൻ പോവാണ്. സൂചി കിട്ടാൻ പോവാട്. ആരോ പഞ്ഞേ പണ്ടി ചിരിക്കാന്. ഹലോ പണ്ടേ, ഹലോ പണ്ടൊന്ന് ചിരിച്ചേ. ഹലോ പറ, ഹലോ പറ, ഹലോ 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 ഹലോ. എൻ്റെ കയ്യിലുള്ളത് കിട്ടിയത്. കേസ് അങ്ങനെ നമുക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ IV കൂടെ ഇടണമെന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ നെഞ്ചിൽ കഫം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് IV കൂടെ ഇട്ട് തുടങ്ങണമെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ കയ്യിൽ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് നീഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര കരച്ചിലായിരുന്നു. ഒന്നാമത്തെ ഒരു ഇഷ്ടം പോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. പല ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് എല്ലാം അവളുടെ ദേഹത്തുനിന്ന് നരമ്പ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി ബലം പിടിച്ചാണ് എടുത്തത്. ബ്ലഡൊക്കെ ഉള്ളിടത്തുനിന്ന് അത്രയും ഊറ്റിയാണ് എടുത്തത്. കുഞ്ഞൊത്തിരി കരഞ്ഞ്
വേറെ ആഹാരം ഒന്നും കഴിക്കുന്നില്ല. അപ്പം ഇപ്പം ആള് നല്ല ഉറക്കമാണ്. ഓ അമ്മ അമ്മ വന്നു. അമ്മച്ചി വന്നേ. ആ അമ്മ എന്റെ ഉണ്ണിമോട് അമ്മച്ചി വന്നേ. നേഴ്സ് വന്നൊരു ഇൻഡക്ഷൻ എടുത്ത് അങ്ങ് കരയിപ്പിച്ചു. എന്നിട്ട് അവരങ്ങ് പോയി. അയ്യോ അയ്യോ കരച്ചില്ലാനും വയ്യ. ചിരിക്കോ? എത്ര ദിവസമായിട്ട് ചിരി കണ്ടിട്ട്. ഒന്ന് ചിരിക്കടി, ഒന്ന് ചിരിക്കടി, ഇടി ഒന്ന് ചിരിക്കടി. എന്റെ കയ്യിൽ രണ്ട് കുട്ടി വെച്ചേക്കോ അവര്. ഞങ്ങള് വന്നുമെങ്കിൽ സമ്മാനം. അണ്ട ഉണ്ണിമോളെ കാണാൻ അമ്മുമ്മച്ചി ഓടി വന്നല്ലോ. ഒരു ചോറ്റ് മാത്രം അണ്ട ഉണ്ണിനെ അവിടെ കൊണ്ട് കിടത്തിയപ്പോ അവൾക്ക് സങ്കടം വരുന്നു. ഉണ്ണി വീണ്ടും എന്തു പറ്റി പൊന്ന? എന്തുവാ അമ്മച്ചിന്റെ കൂടെ കേക്കുവാണോ? എന്തു പൊണ്ണച്ചിരിക്കാത്തെ? എന്തു പൊട്ടിയടി? കൈ കാണിച്ചേ, ഉവാവ് കാണിച്ചേ, കയ്യില് കുത്തി കാണിച്ചേ, ഉവാവ് കാണിച്ചേ. ആ ഉവാവ് കാണിച്ചേ. ദേഷ്യം വന്നു. അശി തുമ്മലും പിടിച്ച് ചുമയും പീച്ച്. എന്തോ പണി? ഒരാൾ ഇവിടെ കിടത്താ, ഒരു രോഗി അവിടെ ഇരുത്താ, വേറൊരു രോഗിയാണ് സ്റ്റെപ്പ് കയറി വരുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ണിയാണ് സ്റ്റെപ്പ് കയറി വരുന്നത്. ഇത്ര 5ാമത്തെ നിലയില് താഴത്തെ ഒരു നില തൊട്ട് 5ാമത്തെ നില വരെ കയറി ഉണ്ണിയണം വന്ന്. അതും വെറുതെ അല്ല, സാധനവും കൊണ്ട്.